അവരുടെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിലുടനീളം നല്ല തഖ്വയോടെ ജീവിക്കുകയും മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കിതുവരെ നമ്മുടെ മഹത്തായ ദീനിന്റെ ആദർശത്തെക്കുറിച്ചും ആശയത്തെക്കുറിച്ചും വിശാലമായി പ്രസംഗിച്ച് നമ്മെയെല്ലാം ഉണർത്തിയ നമ്മുടെ എല്ലാം നേതൃത്വമായ വന്യരായ ശൈഖുന പേരോട് ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വെളിച്ചമാണ് ഹിദായത്ത് എന്നത്, സന്മാർഗം എന്നത്. ആ സന്മാർഗം അല്ലാഹു തആല പ്രത്യേകമായി അടിമകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ആളുകൾക്ക് അല്ലാഹു തആല നൽകുകയാണ്. ആ അല്ലാഹു തആല നൽകിയ ഹിദായത്ത്, സന്മാർഗം, അത് മരണം വരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകളിൽ ഒന്നാണ്. കാരണം അന്ത്യവിജയം സത്യവിശ്വാസികൾക്ക് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ഹൃദയം, ആ മനസ്സിന് അറബിയിൽ പറയുന്ന പദം ഖൽബ് എന്നാണ്. ഖൽബ് എന്ന പദത്തിന്റെ അർത്ഥം ഇങ്ങനെ മാറ്റിമറിയുക എന്നതാണ്. എന്തുകൊണ്ടാണ് ആ മനസ്സിന് അറബിയിൽ ഖൽബ് എന്ന് പറയാറുള്ളത്? ആ മനസ്സിന് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. മനസ്സിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ചിലപ്പോ വാദിന്റെ സദസ്സിൽ ഇരിക്കാൻ തോന്നും, ചിലപ്പോ എണീറ്റ് പോവാൻ തോന്നും, എണീറ്റ് നിന്നാൽ തന്നെ കുറച്ചു നേരം കൂടി ഇരിക്കാൻ തോന്നും. അതൊക്കെ മനസ്സുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഉറൂസിന് വന്നാൽ ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന് കുറച്ചു നേരം ഇൽമ കേൾക്കാം എന്ന് തോന്നും. ചിലപ്പോ ബസാറിൽ പോയി, അങ്ങാടിയിൽ പോയി കുറച്ചു നേരം കറങ്ങാം എന്ന് തോന്നും. അത് മനസ്സുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. മനസ്സിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ, ദുആ ചെയ്ത കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദുആ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ദുആ ചെയ്തു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളുടെ, മനസ്സുകളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, എന്റെ മനസ്സിനെ ദീനിന്മേൽ ഉറപ്പിച്ചു നിർത്തേണമേ അല്ലാഹ് എന്ന് ഒരു ദുആ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? സത്യവിശ്വാസികളിലുള്ള ഈമാൻ, അതാണ് സന്മാർഗം, ഹിദായത്ത്. ആ ഹിദായത്ത് മരണം വരെ നിലനിർത്താൻ മുഅ്മിനുകൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം ഈമാനുള്ളവനെ അന്ത്യവിജയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തു ആലു ഇംറാൻ. ആ സൂറത്തിലെ 8-ാമത്തെ ആയത്ത് അതൊരു പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ
إنك أنت الوهاب. എന്താണ് അതിന്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ ഇപ്പോൾ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടുണ്ട്, നീ ഇപ്പോൾ ഞങ്ങൾക്ക് സന്മാർഗം നൽകിയിട്ടുണ്ട്. ആ തന്ന സന്മാർഗത്തിന് ശേഷം, ഹിദായത്തിന് ശേഷം ഒരിക്കലും ഞങ്ങളെ ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്തല്ലേ അല്ലാഹ്. ഈ തന്ന ഹിദായത്ത് മരണം വരെ ഞങ്ങളിൽ നിലനിന്ന് കിട്ടിയാലാണ് ഈ ഹിദായത്ത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുക. അല്ലെങ്കിൽ ഈ ഹിദായത്ത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങൾക്ക് ഇതാ ഹിദായത്ത് തന്നിരിക്കുന്നു അല്ലാഹ്. ആ ഹിദായത്ത് പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല. എത്ര വലിയ കോടീശ്വരന്മാരുണ്ട്, എത്ര വലിയ ലക്ഷാധിപതികളുണ്ട്, അവരെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ, സമ്പത്തില്ലാഞ്ഞിട്ടാണോ, പണമില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്തുകൊണ്ട് പൈസ കൊടുത്തിട്ട് അവർക്ക് ഹിദായത്ത് വാങ്ങിക്കൂടെ? കഴിയില്ല. പണം കൊടുത്ത് വാങ്ങാൻ പറ്റിയ ഒന്നല്ല ഹിദായത്ത്, സമ്പത്ത് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റിയ ഒന്നല്ല ഹിദായത്ത്, പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റിയ ഒന്നല്ല ഹിദായത്ത്. അതുകൊണ്ടാണ് റബ്ബിനോട് ദുആ ചെയ്യുന്നത്, ആ ഹിദായത്ത് ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഒരിക്കലും ആ ഹിദായത്ത് ഞങ്ങളിൽ നിന്ന് നീ ഇല്ലാതെയാക്കി കളയല്ലേ അല്ലാഹ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്ത് നിന്ന് നീ ഞങ്ങൾക്ക് അനുഗ്രഹത്തെ, റഹ്മത്തിനെ നൽകണേ അല്ലാഹ്. ഇന്നക അൻതൽ വഹാബ്, നീ ധാരാളം നൽകുന്നവനാണല്ലോ അല്ലാഹ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാമാകുന്ന വെളിച്ചം, ആ വെളിച്ചത്തിൽ നിന്ന് ഒരിക്കലും അതേ കാലുകൾ പതറിപ്പോകരുത്. ഇന്നത്തെ കാലമെന്ന് പറഞ്ഞാലോ അത്തരത്തിലുള്ള പ്രവണതകളെല്ലാം നമ്മുടെ പരിസരങ്ങളിൽ ധാരാളം കാണുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ദുആ ചെയ്യണം. ഖുർആനിൽ ഒരു ദുആയുണ്ട്, അത് അൽ ബഖറ സൂറത്തിലെ 250-ാമത്തെ ആയത്താണ്. റബ്ബനാ അഫ്രിഗ് അലൈനാ സ്വബ്റാ വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് നീ ക്ഷമയെ ചൊരിച്ചു തരണേ അല്ലാഹ്, ക്ഷമിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എന്തിനാണ് അള്ളാഹുവിനോട് ക്ഷമയെ ചോദിച്ചു വാങ്ങുന്നത്? അതേ ദീനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, ദീനിന്റെ യഥാർത്ഥ ആശയമായ സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം, സ്വബർ വേണം. ആ ക്ഷമയെയാണ് റബ്ബിനോട് ചോദിച്ചു വാങ്ങുന്നത്. റബ്ബനാ അഫ്രിഗ് അലൈനാ സ്വബ്റാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ക്ഷമയെ ചൊരിച്ചു തരണേ അല്ലാഹ്. ക്ഷമയെ ഇട്ടു തരണം എന്നല്ല പറഞ്ഞു, അത് ഒരുക്ക ഇട്ട് തന്നാൽ ഇട്ട് തരിക എന്ന് പറഞ്ഞാൽ മതി. ഇത് ചൊരിച്ചു തരണമെന്നാ പറയണ. ചൊരിച്ചു തരണമെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ ബിർക്കി താണ്ടതരർത്ഥം. ബിർക്കി തരണമെങ്കിൽ ചെമ്മ ഇന്നെങ്കിലായിട്ട് കേക്കടെ, ബിർക്കി തറവ് കേക്കടെ. ഒന്നു മാത്രം ഇന്നെങ്കിൽ താണ്ട് കേക്കടെ, ഇട്ടിട്ട് താണ്ട് കേക്കടെ. ചെമ്മ ഇന്നെങ്കിൽ എന്തൊരു കേക്കടെ, ബിർക്കിട്ട് താണ്ട്. അപ്പൊ സബറ് ചൊന്നെങ്കിൽ തെല്ലിന്നെങ്കിൽ മെയ്യാവാലെ ചെമ്മ സബറ് വേണു. ഉറക്ക സബറിനെങ്കിൽ മെയ്യാവാല. ദീനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഉറക്ക സബറിനെങ്കിൽ മെയ്യാവാല. എപ്പോഴും സബറിക്കണം. അതുകൊണ്ടായിട്ട് അല്ലാഹു തആല കേക്കടമേ, അഫ്രിഗ് അലൈനാ സബ്റ, റബ്ബേ നീ ഞങ്ങൾക്ക് സബർ ചൊരിച്ചതാ അല്ലാഹ്, ചെമ്മ സബറുതാ അല്ലാഹ്, തെല്ലെങ്കാലും സബറ് മെയ്യാവാല. വസബ്ബിത് അഖ്ദാമനാ,
അതേ ഞങ്ങളെ കാലുകളെ ദീനിൽ ഉറപ്പിച്ചു തരണേ അല്ലാ. ഈ ദുആ ഓ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ദുആയാണ്. അത് ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ച ദുആയാണ്. അൽ ബഖറ സൂറത്തിലെ 250-ാമത്തെ ആയത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് ഈമാനുള്ള ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. സബർ, നല്ല ക്ഷമ വേണം. ദീനിൽ ഉറച്ചു നിൽക്കാൻ നല്ല ക്ഷമ വേണം. മഹാന്മാരായ ഇമാമീങ്ങൾ അവരെത്രയാണ് ഇവിടെ ദീന് നിലനിർത്താൻ ഇവിടെ ക്ഷമിച്ചത് എത്രയാണ്, സഹിച്ചത് എത്രയാണ്. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ്, ശാഫിഈ മദ്ഹബിലെ ശൈഖുൽ മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ നബവി ഇമാം എത്ര കാലമാണ് ഇവിടെ ജീവിച്ചത്? ഈ സദസ്സിൽ വാള് കേക്കിടങ്ങല കൂട്ടത്തില് 50 വർഷത്തെ മേലുള്ള ഈ സദസ്സിലുള്ള 60 വർഷത്തെ മേലുള്ള ആണിങ്ങും ഇക്കുവാറ്, പെണിങ്ങും ഇക്കുവാറ്, അതിരെ കീഴുള്ളങ്ങും ഉള്ളാർ എങ്കിൽ ഒരു മനുഷ്യരുടെ ആയുസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കടേ ചൊല്ലത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണ ബഹുമാനപ്പെട്ട ശൈഖുൽ മദ്ഹബ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ നബവി ഇമാം എത്ര കിതാബായിട്ടിക്കടി ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ കൈ കൊണ്ടിട്ട് എഴുതി വെച്ച് എന്തിക്ക് ഈ സമുദായ പിഴച്ചു പോക തീറ അങ്ങ കാലി ഖുർആൻ നോക്കിയിട്ട് ദീൻ അർത്ഥാക്കണ അല്ല. ഖുർആൻ നോക്കിയെങ്കിൽ എല്ലാവർക്കും ഖുർആൻ അർത്ഥാവണോണ്ടില്ല. അങ്ങ കാലി ഹദീസ് നോക്കിയിട്ട് ദീൻ അർത്ഥാക്കണ അല്ല. കാരണം ഹദീസ് നോക്കിയിട്ട് എല്ലാവർക്കും ദീൻ അർത്ഥാവണോണ്ടില്ല. ലാ യഅലമുൽ ഖുർആന ഇല്ലൽ മുഫസ്സിറൂൻ വലാ യഅലമുൽ ഹദീസ ഇല്ലൽ മുഹദ്ദിസൂൻ. ഖുർആന്റെ ഗൊന്തുല്ലങ്ങുകെ ഖുർആൻ അർത്ഥാവിടെ, ഹദീസിന്റെ ഗൊന്തുല്ലങ്ങുകെ ഹദീസ് അർത്ഥാവിടെ. എല്ലാവർക്കും എല്ലാരും അർത്ഥാവില്ല, എല്ലാവർക്കും എല്ലാരും അർത്ഥാവിട. ഒരു എഞ്ചിനീയർ, ആ എഞ്ചിനീയർ എന്തെങ്കിലും ഞങ്ങളിട്ടൊന്ന് ചൊന്നെങ്കിൽ നമുക്ക് അതിന്റെ ಬಗ್ಗೆ ABCD ഗൊന്തില്ലാണ്ട് വരിക. അയാൾ ചൊന്നത് സമാൻട്ട് അവിടെ അയാൾ തപ്പ് ചെന്നെങ്കിൽ നമുക്ക് അത് സമാൻട്ടെ. എന്താ കാരണം ആ പഠിപ്പ് നക്കില്ല. അയാൾ നക്ക് ചൊന്തറുമ്പോ ಅದರ ಬಗ್ಗೆ ഒരു ബേസിക് ജ്ഞാന എങ്കിലും നക്കിന്നെങ്കിലും നക്കയാൽ ക്വസ്റ്റ്യൻ ആക്കൂ എന്തെങ്കിലും നിക്കിട്. അതെങ്ങനെ അങ്ങനെ ഇല്ല, അങ്ങനെയല്ലേ അതിനർത്ഥം? ഏത് വിഷയവും അങ്ങനെയല്ലേ? അതേ ടൈമിലു ഔലിയാക്കന്മാരെ ആർക്ക് മാത്രം കൊന്തൂലേ, എല്ലാവർക്കും എന്തോ ഔലിയാക്കന്മാരെ അർത്ഥാക്കുകയില്ലേ. ഔലിയാക്കന്മാരെ ಬಗ್ಗೆ എല്ലാരും അർത്ഥാക്കണ എങ്ങനെ അങ്ങനെ മുട്ട പോയെങ്കിൽ ಮಂತ್ರಿ ಪಾರ್ಟಿ ಎಂಗಿಲು ಸೀಕಸ ಮಾಡು, ಮಂಗಿಲಾಬಾತ ಗಾಟ ಎಂಗಿಲು ಅಂಗಲ ಮುಟ್ಟ പോയിട്ട് ദ്വാര പാർട്ടി എങ്കില് ಬೇಗ പൊതു സെറ്റ് ആവടു. അങ്ങനെ കാൽഡടിയിൽ പോയിട്ട് ദ്വാരന്നെങ്കിലും പൊതു സെറ്റ് ആവടു. അങ്ങനെയല്ല. അത് മാത്രല്ലല്ലേ വലിയുനെ ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു. ഒരു വലിയുടെ ആ വലിയുടെ അർത്ഥാക്കയുടെ രൂപത്തിൽ അർത്ഥാക്കണമെങ്കിൽ ഒരു വലിയ മാത്രം തീരൂ. ബാക്കി നമുക്ക് അതല്ല, ആ വലിയുടെ അർത്ഥാക്കയുടെ രൂപത്തിൽ അർത്ഥാക്കുക ആവണോട്ടില്ല. അതായിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുകയായിട്ട്, ദീന നിലനിൽക്കുകയായിട്ട് എത്രയായിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു അധ്വാനിച്ചത് എത്ര, കഠിനമായ പരിശ്രമം നടത്തിയത് എത്ര. കാലി 46 വർഷത്തോളം മാത്രം ജീവിച്ച മഹാനല്ലേ ഇമാം നബവി റളിയല്ലാഹു അൻഹു. 46-ാമത്തെ വയസ്സിൽ വഫാത്തായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ 46 വയസ്സറ നടുലു എത്ര കിതാബായിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചേ. അത് എങ്ങനെ കിതാബ് എഴുതിത്ത് ഇണ്ടത്തെ പോലെ സൗകര്യം ഇന്ത ഉണ്ട്. ഇണ്ടെല്ലാം പ്രിന്റ് എടുക്കടല്ലേ അല്ലേ? ഇണ്ട് സ്കൂളിൽ പഠിക്കട മക്കങ്ങനെ ഇപ്പൊ സ്കൂളിലേക്ക് ജോയിൻ ആക്കുമ്പമേ ഇപ്പൊ ഉമ്മ അബ്ബടെ വലിയ തലകുത്തു, പേരൻസുമാരുടെ വലിയ തലകുത്തു. അഡ്മിഷന്റെ ഒരു ലിസ്റ്റ് കയ്യിൽ കിട്ടു. ആ അഡ്മിഷന്റെ ലിസ്റ്റ് കയ്യിൽ കിട്ടുമ്പോ മക്കൾക്ക് കാലി
സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ. അത് മാത്രമല്ല, ആക്ടിവിറ്റീസ് ചെന്നിട്ടൊന്ന് വേറെ സെഷൻ ഉണ്ട്. ആക്ടിവിറ്റീസ് അതിൽ എന്ത്ര വേണോണ്ട് ഫസ്റ്റ് അഡ്മിഷന്റെ ടൈമില് ഞങ്ങൾ ടിക്ക് മാർക്ക് ഇട്ടിട്ട് കൊടുക്കും. അതിൽ ഡ്രോയിങ് ഉണ്ട്, ബോബ ജന്തു ಅದಕ್ಕೆ ಟಿಕ್ ಮಾರ್ಕ್ ಇಟ್ರಂಡ ಎಂದೆ ಪುಲ್ಲಿಮಾರ ಕಡ್ಲಾಸ ಕೀರಿ 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 ಇಟ್ಟಿಟ್ಟಾರ ಅವತುರುಗ പുല്ലികളുടെ ഡ്രോയിങ് ആവണം. പിന്നെ നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു കീബോർഡ് ഉണ്ടുണ്ട്. അപ്പൊ ബോബ ജന്തു കീബോർഡ് ആവും. അതെന്തരെ അത് ബോർഡ് ഇങ്ങനെ ബട്ടൺ ഇങ്ങനെ നെക്കടെ അതില് അങ്ങനെ നെക്കെങ്കിൽ കഡ്ലാസ് എന്തോ ഔത്തറോൾക ബൂലുല്ലല്ലേ. പണ്ടത്തങ്ങല്ല ചൊന്നോ ഇന്നാറ് പടച്ചറപാതി എവിടെ ഉണ്ട് കൊന്തില്ല കഡ്ലാസ് കീരി എങ്ക അബ്ബകു കട ഔടും. നിങ്ങളിവിടെ ഉള്ളാലത്ത് ചൊന്നോ ഇന്നാറാവുന്നില്ല. ഔത്തുಲು മക്ക കഡ്ലാസ് കീറിട്ടിട്ടെങ്കില് അബ്ബകു കട ഔടുള്ള. അത് ചിലപ്പോ കീരി കീരി കീറിട്ടെങ്കിൽ പാടം പാടം ബുക്ക് പുതിയ പുതിയ എടുത്തോണേ ആവിടൂ. ഇയാളെ പൈസ എല്ലാം തീർന്നു കണ്ട് തീർന്നിട്ട് പൈസ തീന്നെ പിന്നെ കടാക്കിയിട്ട് പാടം ബുക്ക് എടുത്ത് കൊടുക്കണം അവിടെ. അങ്ങനെ ആയിട്ട് അല്ലാഹുഅലം. എങ്കിലും കഡ്ലാസ് കീറിട്ടിട്ട് അത്ര നാരാസ്വരം തോല. പണ്ടത്തെ കാലത്തിൽ ഉമ്മമാര് എത്രമാ ഉമ്മമാർ തെച്ചിട്ട് വാള് കേട്ടോണ്ടുള്ള. പണ്ടത്തെ കാലത്തിൽ ഞങ്ങൾ ഔത്തുലുമീത്ത് ഒരു കഡ്ലാസറ പോലും നിലത്ത് കണ്ടെങ്കിമേ ആ കഡ്ലാസറ പോലും നിലത്ത് കണ്ടെങ്കില് അപ്പ ഔത്തര ബലമ കേട്ടിട്ടായിട്ട് എന്തടിയമ്മ കഡ്ലാസ് എല്ലാം കീഴിലിട്ട് പിന്നെ കഡ്ലാസ് ഇട്ടെന്തിക്ക് കീഴിലാണ് ഇണ്ട് കഡ്ലാസ് അല്ല നോട്ട് ബുക്കേ നിലത്ത് പോകുന്നെങ്കിലും കോയി മുഷ്കിൽ നഹി ഹേ, ഒരു പ്രോബ്ലമും ഇല്ല. കഡ്ലാസ് ഒരു പൂലല്ല, ഇടീ ഒരു പേജ് 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 കീറി കീറിട്ട് ഔത്തുള്ള കേട്ടെങ്കിലും വിഷയം എന്റെ കാരണം അതെല്ലാം പിന്നെ അതെല്ലാം അടിച്ചിട്ടെടുക്കുക. സ്വർത്രവിലെ ഉള്ള അബ്ബ സ്വർത്രവ് വെച്ചിറ ഔത്തുള്ളൂ. അതെല്ലാം അടിച്ചിട്ട് അവളെടുക്കട. അബ്ബ കേക്കട്ടെ പെഞ്ഞേടട്ടെ മാപ്പിള പെഞ്ഞേടട്ടെ കേക്കട്ടെ നിക്കെന്തിക്കിടും ഇത്തര നീ എന്ത് ഇതാക്കണ്ട അവൾ വന്നിട്ടല്ല അടിക്കോലല്ലേ നിന്റെ നടു എന്തോ നൊമ്പലാവാലെ. അതങ്ങനല്ല. കഡ്ലാസ് ഔത്തുല് കേറിയിട്ടിട്ട് അത്ര നല്ല ഇതെന്തോ അല്ല. അപ്പൊ ഇന്ന് അങ്ങനെ കാണും. അഡ്മിഷന്റെ സമയത്ത് തന്നെ കടലാസിൽ കാണും. ആ കടലാസിൽ എന്താണ് ആക്ടിവിറ്റീസ് വേണ്ടത്, ഡ്രോയിങ് കാണോ. സുബ്ഹാന ജല്ല ജലാലുഹു. മക്ക അബ്ബടെ വാട്സപ്പ് മക്ക ഇങ്ങനെ കടത്തിയോണ്ടേക്കിടാറ. അബി നിങ്ങ ഔത്തു പറയുമ്പോ ഇതാ പ്രിന്റ് എടുത്തോണ്ട് പറു നാളെ സ്കൂളിൽ പോകുമ്പോ ഈ പ്രിന്റ് വേണു. ഇയാള് പ്രിന്റ് കോന്ന് 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 പെടഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പൊ പ്രിന്റർ മെഷീനെ എടുത്തിട്ട് ഔത്തിൽ വെച്ചിട്ട് എന്തേ ഔത്തില് നിങ്ങ പ്രിന്റ് എത്ര വേണമെങ്കിൽ പ്രിന്റ് എടുക്കൊള്ളു. എങ്കിൽ ഇന്നത്തെ കാലം ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പഴയ കാലം സുഹൃത്തുക്കളെ ഇന്നത്തെ പോലെ പ്രിന്റർ മെഷീൻ ഇല്ല. ഇന്നത്തെ പോലെ മോഡേണിക് ഫെസിലിറ്റീസുകളില്ല. ഇന്നത്തെ പോലെ ഭൗതികമായ സംവിധാനങ്ങളില്ല. ഇതൊന്നുമില്ലാത്ത പഴയ കാലത്ത് അള്ളാഹുവിന്റെ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം എന്ന ലക്ഷ്യത്തോടെ എത്ര ഇമാമിങ്ങളാണ്, എത്ര മഹാന്മാരാണ് ഇവിടെ കിതാബുകൾ രചിച്ചത്. ആ കൂട്ടത്തിൽ നമ്മുടെ മദ്ഹബിലെ ശൈഖുൽ മദ്ഹബായ ഇമാം നബവി റഹിമഹുല്ലാഹ് ആ മഹാനവറുകൾ എഴുതിയ കിതാബിന് ഒരു കയ്യും കണക്കുമില്ലല്ലോ. ഓ ഇൽമു പഠിക്കുന്ന മുതല്ലിമുകളെ, ദർസുകളിലും കോളേജുകളിലും അതേ ദർസ് തുറന്ന് പ്രവർത്തിക്കുകയാണ്, കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. മുതല്ലിമുകൾ കിതാബ് സജീവമായി ഓതാൻ തുടങ്ങിയിരിക്കുകയാണ്. അതേ മഹല്ലി ഓതുന്ന മുതല്ലിമുകളില്ലേ, ആ മഹല്ലി ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, ഇമാം ജലാലുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വ്യാഖ്യാനം എഴുതിയതല്ലേ. അതിന്റെ ഏത് കിതാബിനാണ് വ്യാഖ്യാനം? ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ് എന്ന കിതാബിനുള്ള വ്യാഖ്യാനമല്ലേ. ഇങ്ങനെ ആ മിൻഹാജ് എന്ന ഒരൊറ്റ കിതാബിന് തന്നെ എത്ര എത്ര ഇമാമിങ്ങളാണ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു അതേ 40 ചില്ലാനം വയസ്സുവരെ ജീവിച്ചിട്ട് ലോകത്തോട് വിട പറയുമ്പോൾ
മഹാനവരുകൾ എത്ര കിതാബുകളാണ് അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ആശയം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്താൻ മഹാനവരുകൾ എത്ര കിതാബുകൾ എഴുതി ബാക്കി വെച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ഈ സാധുവായ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ. ഇവിടെ ചെയ്തു വെച്ച നല്ലത് അതിവിടെ ബാക്കി വെച്ച് പോകുമ്പോൾ അതല്ലേ പടച്ച റബ്ബിന്റെ അരികിൽ പ്രതിഫലത്തിൽ വെച്ച് ഏറ്റവും ഖൈറായത്. എക്കാലത്തും ഖബറിൽ കിടക്കുമ്പോൾ ലഭിക്കുന്നത് അതാണ് നല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അക്കൂട്ടത്തിലാണ് ഇമാം നബവി റഹിമഹുല്ലാഹ്